രാജ്യത്ത് നടക്കുന്ന കൊടിയ അഴിമതികളാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിലൂടെ തുറന്നുകാട്ടപ്പെടുന്നത്. ഇതൊക്കെ അഴിമതിയാണോ എന്ന നിഷ്പക്ഷ ചോദ്യക്കാർക്ക് വിഷയത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ 500 രൂപയുടെ അടക്കം കത്തിയ നോട്ടുകളുടെ കൂമ്പാരമാണ് കണ്ടെത്തിയത്. 17 മണിക്കൂർ കഴിഞ്ഞാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ പോലീസ് വിവരം അറിയിച്ചത്. അതും സ്ഥലത്തില്ലാതിരുന്ന യശ്വന്ത് വർമ്മയും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം മാത്രം. പണം കണ്ടെത്തുമ്പോൾ തങ്ങളില്ലായിരുന്നുവെന്ന് അഗ്നിരക്ഷാസേന മേധാവിയും പറഞ്ഞു. ഇതാണ് വിഷയത്തിലെ അടുത്ത ദുരൂഹത. പണം കണ്ടെത്തിയതിന്റെ വീഡിയോയും മറ്റും പോലീസ് പുറത്തുവിട്ടെങ്കിലും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന വർമ്മയുടെ മകളെ ഈ വിവരം അറിയിച്ചില്ല എന്നതാണ് വർമ്മയുടെ ആരോപണം. അതേസമയം പണം യശ്വന്ത് വർമ്മ തിരിച്ചെത്തുന്ന സമയത്തിനിടയിൽ തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. തീയണച്ച അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരിൽ നിന്നുൾപ്പെടെ മൊഴിയെടുക്കാനാണ് സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണ സമിതിയുടെ നീക്കം. ഈ സംഭവത്തിൽ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അടുത്ത കാലത്തായി രാജ്യത്തെ പ്രധാന വിഷയങ്ങളിൽ പല കോടതികളിൽ നിന്നായി വരുന്ന വിധികളിലും പരാമർശങ്ങളിലും വ്യക്തമായ ചേരിതിരിവ് കാണാനാകും. ഈ സംഭവത്തോടെ നിയമ സംവിധാനം ആകെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ പണത്തിന്റെ ഉറവിടം കണ്ടെത്തുക എന്നത് ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെ നിലനിർത്തുന്ന ഒരു വിഷയമായി ഇന്ത്യയിൽ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിലുള്ള ഗൂഢാലോചന കണ്ടെത്താൻ കൃത്യമായ അന്വേഷണം തന്നെയാണ് ആവശ്യമുള്ളത്.